ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. ഫ്രണ്ട് മൺഗാർഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഫ്രണ്ട് മൺഗാർഡ് വെൽഡ് ചെയ്ത് അതേപോലെ അത്യാവശ്യം അതിൻ്റെ എല്ലാ ലോക്കുകളും പൊട്ടിപ്പോയേക്കണതാണ്. അപ്പോൾ അത് കാരണം നമ്മളത് ഫ്രണ്ട് മൺഗാർഡ് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ സൈഡിലത്തെ ഇത് പോയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ലോക്കുകളും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം അയച്ചിട്ടുണ്ട്. കാരണം അത് നമുക്ക് ഫ്രണ്ട് ഫോർക്ക് അയച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടിയാണ് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി അയച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ ഫ്രണ്ട് സസ്പെൻഷൻ ഉണ്ടല്ലോ, ഫ്രണ്ട് ലിങ്ക് സസ്പെൻഷനാണത്. അതിൻ്റെ ബുഷുകളൊക്കെ ഓൾറെഡി പോയിരിക്കുക കണ്ടോ, ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാതെ കൊണ്ട് നമ്മൾ ഈ മൺഗാർഡ് കയറ്റി റെഡിയാക്കി വെച്ചാലും ഈ പറഞ്ഞ പോലെ ഷെയ്ക്കിങ് കൂടുമ്പോഴാണ് അത് പൊട്ടിപ്പോവുക. അപ്പോൾ ആ കാര്യം പുതിയതായതുകൊണ്ട് ഡാമേജിലേക്കൊന്നും വരില്ല. എങ്കിൽ കൂടി നമ്മളത് ഓൾറെഡി ഇത്രയും പ്ലേ ഉള്ളതുകൊണ്ട് അതുകൂടി ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ കോപ്പർ ടൈപ്പ് ബുഷാണ് വരാം. കോപ്പറും മെറ്റലും കൂടിയിട്ട്, കോപ്പർ ടൈപ്പിൻ്റെ 4 ബുഷ്, 2 സൈഡിലും കൂടിയിട്ട് 4 ബുഷുണ്ട്. കോളർ ബുഷ് അതിൻ്റെ ഉള്ളിലും തന്നെ ഉണ്ട്. ഏകദേശം ഒരു 500 രൂപ 550 രൂപ എടുത്ത് നമുക്ക് അതിന് കോസ്റ്റ് ഉണ്ട് ആ ഒരു ഐറ്റത്തിന് മാത്രം കേട്ടോ, കമ്പനി ജെന്യൂൻ പാർട്സിന്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ക്വസ്റ്റ്യൻ അസംബ്ലിയുടെ റബ്ബറുകളും പോയേ നിൽക്കണേ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴല്ലോ ഇവിടെയൊക്കെ ഓൾറെഡി മൊത്തം പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ബ്രേക്കും വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ബാക്കിലത്തെ ബ്രേക്കും അഡ്ജസ്റ്റിങ്ങും മാക്സിമത്തിലാണ് ആയി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ 3 ബ്രേക്കിൻ്റെ കേബിൾ, ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ ഒരു കേബിളും ഫ്രണ്ടിലെ 2 ബ്രേക്കിൻ്റെ കേബിള്, ഫ്രണ്ടിലെ ബ്രേക്സും ബാക്കിലെ ബ്രേക്സും, അത്ര ഐറ്റംസും കൂടി മാറ്റിയാലാണ് അത് 100% ഒരു പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ചെയ്യുന്ന ആ ഭാഗം ക്ലിയറായിട്ട് പോകണമെങ്കിൽ അത്രയും കേസ് നമ്മൾ ചെയ്യാനുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം തീർന്ന് നിൽക്കുന്നതാണ്. ഹാൻഡിലിൻ്റെ ബെയറിങ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും കേസ് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഓൾറെഡി ഇങ്ങനെ മൊത്തം പൊട്ടിയൊരു അവസ്ഥയിൽ നിൽക്കുക. ഇതേ രീതിയിൽ നിലനിർത്താനാണെന്ന് വെച്ചാൽ ഒന്നാമത് ബ്രേക്ക് ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് വീണ്ടും ഒരു അഴിക്കേണ്ട സിറ്റുവേഷൻ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ലേബർ ചാർജും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ മുടക്കേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഈ ഭാഗത്തേക്കാണ് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചായിരുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ ലെഗ് ഉണ്ടല്ലോ, ഈ ലെഗ് ഇവിടെ തുരുമ്പൊക്കെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കട്ടി കുറവ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്നിപ്പോൾ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുക്കൽ നടക്കില്ല. മറ്റേ ഇലക്ട്രിക് വെൽഡ് ചെയ്യാനടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് വെൽഡ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിർത്തി ആ ഭാഗം ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ട് കയറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. കാരണം വെച്ചാൽ അത് കുറേ കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യും. പിന്നീട് കംപ്ലയിൻറ്റ് വരാത്ത രീതിയിലേക്ക് നമുക്കത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. പക്ഷെ അത് ഒരു ദിവസം താമസം വരും. ഇന്നിപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, നാളത്തേക്ക് തരാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് ഏകദേശം നമുക്കത് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. മൺഗാർഡ് മാത്രം നമുക്ക് ഏകദേശം 1988 അങ്ങനെ അതിൻ്റെ റേറ്റ് വരാം ഇതിൻ്റെ മൺഗാർഡിൻ്റെ. പിന്നെ അത് പെയിൻറ്റിങ്ങിൻ്റെ ചാർജ് വരുന്നുണ്ട്. പിന്നെ കോൺസെപ്റ്റ് വരും, കേബിളുകൾ, ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ്, അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. വണ്ടി നാളത്തേക്കാണ് എന്തെങ്കിലും ആവുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ.